ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പറയുന്നത് പോലെ തന്നെ 100 ലൈക്സ് എപ്പോൾ ആകുന്നു അന്നേരമായിരിക്കും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തന്നെ 100 ലൈക്സ് അടുപ്പിക്കാൻ വേണ്ടി മറക്കണ്ട. എപ്പിസോഡിനകത്ത് നിങ്ങൾ പുതിയതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പറഞ്ഞു മുഷിക്കാതെ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. യൂസ് ചെയ്ത് സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നത് കാണാൻ നേരത്തെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നീ കണ്ടതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ നീ എന്നെ പ്രപ്പോസ് ചെയ്തോ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന്റെ അർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കുന്നല്ല. രാത്രി ആകുകയാണ്. ആ പെണ്ണാണെങ്കിൽ കയ്യിൽ ആയുധം വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്നത്. എന്തുവായി കാണിക്കുന്നത്? മര്യാദയ്ക്ക് വന്ന് കിടന്നുറങ്ങും. എനിക്കറിയാം നീ നല്ലവനാണോ പന്നവനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ എന്നെ ആക്രമിക്കാൻ വന്നാൽ എനിക്ക് നിന്നെ തിരിച്ച് ആക്രമിച്ചേ പറ്റും. തന്നെ ഒരു തവണ മരിച്ചു, എനിക്ക് ഇനിയും മരിക്കാൻ ആഗ്രഹമില്ലെന്ന് നമ്മുടെ സേക്കു അവളോട് പറയുക. നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. മുടി ആളുടെ നീ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയല്ല നോക്കുന്നത്, ആ ആളുടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കും. പ്രശ്നം വരാൻ നേരത്തെ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാ പെണ്ണ് പറയുകയാണ്. കിങ്ഡം ഓഫ് സയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, പക്ഷെ അതിന് എനിക്ക് മാൻ പവേഴ്സ് വേണം. വിഷമിക്കാതെ, ഞാൻ നിനക്ക് ഉറപ്പായിട്ട് മാൻ പവർ തരാം. ഞങ്ങളുടെ വില്ലേജിനകത്തിൽ ഒരുപാടധികം ആൾക്കാരുണ്ട്, കുറച്ച് പേര് നിന്നെ ഉറപ്പായിട്ട് സഹായിച്ചിരിക്കുന്നത്. എന്തുവാ ഹോട്ട് വാട്ടർ എടുക്കുന്നത്? ഹീലിംഗിന് വേണ്ടിയാണല്ലോ ഹോട്ട് വാട്ടർ എടുക്കുന്നത്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ടിയല്ല, ഇതെന്റെ സിസ്റ്ററിന് വേണ്ടി. എന്റെ സിസ്റ്ററിന് അസുഖമുണ്ടെന്ന് അവൾ പറയുകയാണ്. അതാണ് എന്റെ വിഷമം. അവൾ ഒരുപാടധികം വീക്കായിട്ടിരിക്കുകയാണ്, അതുമാണ് എന്റെ വിഷമം. പെണ്ണ് പറയുകയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുമോ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വെള്ളം എടുത്തെടുത്താണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയത് എന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് ആ പോട്ട് താഴേക്ക് വീരാൻ വേണ്ടി പോകുന്നത്. സേക്കു അത് പിടിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് എന്നോട് ചോദിച്ചു. ആ പോട്ട് മേടിക്കുന്നു. ആ പോട്ട് മേടിച്ചുകൊണ്ട് നമ്മുടെ സേക്കു അവിടെ അടിച്ചു കെട്ടി സൂര്യ. പിന്നെ ഈ പെണ്ണു ഇവരെല്ലാവരും സ്ട്രോങ് ആണല്ലോ, ഞാനാണോ ഈ സ്റ്റോണേജിൽ തന്നെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള? സേക്കു ആണെങ്കിൽ പുള്ളീസ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയില്ലാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. സ്ഥലത്തെത്തി ആ പെണ്ണ് പറയുകയാണ്. സോ നമ്മുടെ സേക്കു നോക്കുന്ന സമയത്ത് ഒരു വില്ലേജ് എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ആ പെണ്ണ് പറയുകയാണ് മേ ബി ഒരു 40 പേര് കാണുമെന്ന്. പെർട്ടിഫിക്കേഷൻ നടന്നവരല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തുവാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ ഗ്യാപ്പിൽ ഒരു പുതിയ ജനറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സേക്കുനെ ആക്രമിക്കാൻ വേണ്ടി 2 പേരെ അങ്ങോട്ട് വരും. ആ പെണ്ണ് അത് തടുക്കുകയാണ്. ഇവൻ എന്റെ ജീവൻ രക്ഷിച്ചാണെന്ന് ആ പെണ്ണ് പറയുന്നത്. വന്ന ആൾക്കാരെ വില്ലേജിലേക്ക് കയറ്റാൻ പാടില്ലെന്നുണ്ട്. റൂൾസ് എന്ന് പറയുന്നത് റൂൾസ് ആണ്, അത് പാലിച്ചേ പറ്റൂ. സെക്യൂരിറ്റീസ് പറയുകയാണ് നിങ്ങൾ 2 പേരുണ്ട്, ഞാൻ ഒറ്റ ഒരാളെ ഉള്ളൂ. ഇത് ന്യായമാണോ? എന്താണേലും എനിക്ക് നിങ്ങളെ തീർക്കാൻ പറ്റും. കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് സോപ്പ് യൂസ് ചെയ്ത് ഒരുപാടധികം ബബിൾസ് ഉണ്ടാക്കി അവരെ പേടിപ്പിക്കുകയാണ് നമ്മുടെ സേക്കു. ശത്രു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബബിൾസ് എല്ലാവരും പേടിച്ച് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സയൻസ് എന്തുവാണെന്ന് പോലും അറിയത്തില്ല. ചെറിയ സാധനം പോലും ഇവന്മാരെ ഞാൻ ഉറപ്പായിട്ടും സയൻസ് ഓഫ് കിങ്ഡത്തിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. മുഖം കാണാൻ നേരത്തെ എനിക്ക് തന്നെ പേടിയാകുന്നു എന്നാ പെണ്ണ് പറയുക. മാജിക് ടെക്നിക്കാ, എന്റെ സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ആരെങ്കിലും ഹാൻഡിൽ ചെയ്തോ? ഞാൻ ഇവിടുന്ന് പോകുവാണ്. ഇതുപോലത്തെ ചീപ്പ് ട്രിക്സ് കണ്ട് നീയൊക്കെ പേടിച്ചോടി പോവുകയാണ്. ശരിക്കുള്ള മാന്ത്രികൻ ഇതാ വന്നിരിക്കുന്നു. ഒരാൾ അങ്ങോട്ട് വരികയാണ്. കൊഹാക്കു എന്നാണ്. കൊഹാക്കു പറയുകയാണ് ഇവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവരാണ് സേക്കു, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ലെവലിൽ നീ ഒരിക്കലും സ്മാർട്ട് അല്ല. അന്തമാരാണോ ഇവന്റെ ചീപ്പ് ട്രിക്സ് കണ്ടിട്ട് ബോയിലിംഗ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഈ സാധനം ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഇത് മന്ത്രവാദികൾ തമ്മിലുള്ള യുദ്ധമാണ്. എന്റെ ശരിക്കുള്ള പവർ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഞാൻ എന്റെ മന്ത്രത്തിനെ നിനക്ക് കാണിച്ചു തരാം. ചെയ്യുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞ് ഇവരെ പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വളരെയധികം പേടിപ്പിടിക്കുന്ന സംഭവമാണ്. റെയിൻബോ ബ്രിഡ്ജ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കളർ സാധനം എടുത്ത് അതിന്റെ അകത്തോട്ട് എറിഞ്ഞിട്ട് തീയുടെ കളർ മാറ്റുകയാണ്. അത് മാത്രമല്ല എന്റെ പർപ്പിൾ ഉണ്ട്, അതിലൂടെ കുറച്ച് സൾഫർ ആഡ് ചെയ്തു. അതിലൂടെ റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് ആയി. അയ്യോ സൾഫർ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയത്തില്ലല്ലോ, കേൾവിൽ നിന്നുണ്ടായിരുന്ന ആ ബ്ലൂ ക്രിസ്റ്റൽ എന്ന് അവൻ പറയുകയാണ്. ഇവനെങ്ങനാടാ ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് അവൻ ഞെട്ടി നിൽക്കുകയാണ്. വിചാരിച്ചു എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ നിന്ന് ഓടി പോകുമെന്ന്. തുണിയെല്ലാം ഊരിട്ട് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചുമ്മാ ഒരു ചീപ്പ് ട്രിക്ക് ചെയ്തതാ. ശരിക്കുള്ള ട്രിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ കയറിയിട്ട് എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ്. ഒരു റൗണ്ട് പോലത്തെ ബോളിന്റെ അതിൽ ഇങ്ങനെ കൈയിട്ട് ഒരച്ചിട്ട് വെച്ചിട്ട് അവന്റെ മൂക്കിൽ തൊടി ഒരു ഇലക്ട്രിക്കൽ പാസ് വരികയാണ്. സോ ഇത് കാണാൻ നേരത്തെ അവൻ പേടിച്ചു പോവുകയാണ്. ബോൾ ഒരു പോട്ടിന്റെ അതിൽ വെച്ചിട്ട് ഈ ബോൾ കത്തിച്ചിട്ട് ബോൾ ഷേപ്പ് പോലെ നീയാക്കി. അല്ലെ സ്കിന്നിൽ വെച്ചാൽ അത് ഒത്തിരി പവർ കിട്ടത്തില്ല. അതിന് പകരം ഇത് ബോളിൽ വെച്ച് തേച്ചാൽ ഇത് ഒരുപാടധികം പവർ ആയിരിക്കും. ആ ബോൾ ആണെങ്കിൽ ഒരു തുണിക്കകത്തിട്ട് കറക്കുകയാണ്. എന്നിട്ട് ആ ഷോക്ക് അവന് കൊടുക്കുന്നുണ്ട്. അവരുടെ മുടി സ്പൈക്കായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ ബോൾ അവർക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുകയാണ്. ആണെങ്കിലും ഇവൻ ഈ സ്റ്റോൺ ഏജിൽ ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ, ഇവൻ മിടുക്കൻ തന്നെയാണ്. നീ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ ഷെഡിൽ വേറെ ക്രിസ്റ്റൽസ് ഒക്കെ ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാടധികം ഇങ്ങനത്തെ റോക്സ് ക്രിസ്റ്റൽസ് ഒക്കെ കളക്ട് ചെയ്യുമായിരുന്നു. നീ എന്നെ കൊന്നു, പക്ഷെ എന്നെ പോലെ തന്നെ വേറൊരാളും ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ കൊല്ലാൻ സാധിക്കത്തില്ലായിരുന്നു. നീ എന്റെ കിങ്ഡം ഓഫ് സയൻസിൽ ജോയിൻ ചെയ്തോ, നിനക്ക് ഞാൻ ഒരുപാടധികം കാര്യങ്ങൾ പുതിയതായിട്ട് പഠിപ്പിച്ചു. നിന്റെ ഷെൽസും അതുപോലെ തന്നെ ഷെഡെല്ലാം ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ സേക്ക്. ലാസ്റ്റ് മാച്ചിലും കൂടെ നീ തോറ്റാൽ ഉറപ്പായിട്ട് ഷെഡും ക്രിസ്റ്റൽസും എല്ലാം എടുത്തു. ഞാൻ ഇതിനു മുമ്പ് തന്നെ നിന്നെ 2 തവണ തോൽപ്പിച്ചല്ലോ. ഇനിയും ഒരു മാച്ചിനും കൂടെ പറഞ്ഞു, അതിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും തോൽപ്പിച്ചിരിക്കും. കാര്യമില്ല ക്രോം, നിന്നെ ഓൾറെഡി തന്നെ അവൻ തോൽപ്പിച്ച് കഴിഞ്ഞു. ക്രോമിന്റെ വീട് സേക്കുവിന്റെ വീടും കൂടെ ആകുകയാണ്. ക്രോം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് ഒക്കെ നമ്മുടെ സേക്കുവിന് ഒരുപാടധികം ഇഷ്ടപ്പെടുകയാണ്.
വരികയാണ്. കല്ല് ഒരു പോക്ക് തന്നെ ഇരിക്കുന്നു, കളർ വ്യത്യാസം പോലുമല്ല. ഇവന്മാർ എന്തിനാണ് ഈ കല്ല് കണ്ടിങ്ങനെ പ്രാന്ത് പിടിക്കുന്നത്? അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് വിചാരിക്കുകയാണ് പൊട്ടന്മാരെ കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആ വെള്ളമാണെങ്കിൽ വില്ലേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൾ ഇതിനെ ഫിലോസഫർ സ്റ്റോൺ എന്നാണ് വിളിക്കുന്നത്. സാധനമാണെങ്കിൽ നമ്മുടെ സേക്കു ഹീറ്റ് ചെയ്യില്ലാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിലെല്ലാം ഞാൻ ഓക്കെയാണ്. പക്ഷെ വില്ലേജിന്റെ അകത്തിൽ കയറി അത് പ്രശ്നമാണ്. റൂൾസ് ഈസ് റൂൾസ് ആണ് മെർക്കുറി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൂടെ കുറച്ച് ഗോൾഡ് കിട്ടും എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡിന്റെ സ്പിയർ ആണെങ്കിൽ ആ സാധനത്തിൽ മുക്കിയിട്ട് ഗോൾഡ് പോലെ ആക്കുകയാണ്. കളർ അത് സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അതിന്റെ അകത്ത് കയറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. റൂൾസ് ഈസ് റൂൾസ് കിട്ടിയത് കൊണ്ട് തന്നെ അവൻ ഒരുപാടധികം സന്തോഷത്തിലാണ്. പക്ഷെ മനസ്സിലാണ് അവൻ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുറച്ച് സ്റ്റൈൽ കാണിക്കാമെന്ന് പറഞ്ഞ് ആ വില്ലേജിലോട്ട് കയറി പോവുകയാണ്. അവർക്ക് തരാവുന്ന അപ്പുറത്ത് നിൽക്കുന്നവൻ ചോദിക്കുകയാണ്. ക്രോമന്റെ ഷെഡിൽ ഒരുപാടധികം മെഡിക്കൽ ഹെർബ്സ് ഇരിപ്പുണ്ട്. മെഡിക്കൽ ഹെർബ് എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ റൂക്കിയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് തവണ നോക്കിയായിരുന്നു, പറ്റിയില്ല എന്ന് നമ്മുടെ ക്രോം പറയുകയാണ്. നീ എന്താ വരാൻ വേണ്ടി ലേറ്റ് ആയത്? ഞാൻ ഒരുപാടധികം ടെൻഷൻ അടിച്ചു, നിന്റെ കാര്യങ്ങൾ ആലോചിച്ച്. യൂറി പറയുകയാണ്, ഫോറസ്റ്റിൽ ഞാൻ അറിയാതെ കിടന്നുറങ്ങിയ, അതുകൊണ്ടാണ് ഞാൻ വരാൻ വേണ്ടി ലേറ്റ് ആയത്. ചെറിയ ഡ്യൂട്ടി മാത്രമാണ് തരുന്നത്, എന്നിട്ട് അതുപോലെ നീ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. രണ്ടുപേരും ഇവിടെ നിന്ന് പോകാവോ? ഞാനൊന്ന് അവളോട് തനിയൊന്ന് സംസാരിച്ചോട്ടെ പ്ലീസ് പ്ലീസ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് അവർ പറയാൻ നേരത്ത് അവൾ എന്റെ സിസ്റ്ററാണ്, പ്ലീസ് ഞാൻ അവളോടൊന്ന് തനിയെ സംസാരിച്ചോട്ടെ. എത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. നിനക്ക് എന്ത് പറ്റി? നിന്റെ തലമുടി എന്താ വേറെ രീതിയിലൊക്കെ കെട്ടിയൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റൂരി ആണെങ്കിൽ വയ്യാതാവുകയാണ്. എന്ത് പറ്റിയാലും നിനക്കൊന്നും ആകരുത്. എന്നോട് എല്ലാ കാര്യങ്ങളും പറയാം. 3700 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം. നമ്മുടെ ഹീറോ ആണെങ്കിൽ മോഡേൺ വേൾഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതിനാണോ ക്രോമോ കരയുന്നത്? ഞാൻ ഇതിനു മുമ്പ് നീ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. സിവിലൈസേഷൻ ഇത്രയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു. മോന ഹ്യൂമൻസിനൊക്കെ കല്ലാക്കി മാറ്റിയത്. അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ അവനെ ഉറപ്പായിട്ട് കൊന്നിരിക്കും. കുഴപ്പമില്ല, ഇനി പുതിയതായിട്ട് മോഡേൺ സിവിലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമെല്ലാം എൻ്റെ ഈ തലയിലുണ്ട്. ഓഫ് സയൻസ് ഹ്യൂമൻ സിവിലൈസേഷനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. സേക്കു പറയുകയാണ്. സോ ഇത് കേട്ട ക്രോം പറയുകയാണ്, ഞാനും ഉറപ്പായിട്ടും ഓഫ് സയൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാനും നിന്നെ സഹായിച്ചിരിക്കും. യൂസ് ചെയ്ത റൂറിക്ക് വേണ്ടി ഞാനൊരു അൾട്ടിമേറ്റ് മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്, ആന്റിബയോട്ടിക് പറയുകയാണ്. സോ അവിടെ വെച്ച് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കും. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ ഒരുപാടധികം പുതിയ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞ ആള് എന്ന് വെച്ചാൽ പുതിയതായിട്ട് ജനിച്ചു വീണ എന്ന് വെച്ചാൽ ഒരു കാര്യവും അറിയാത്തൊരു കുട്ടിയാണ്. എന്നിട്ട് പോലും സയൻസിന്റെ കുറെ കാര്യങ്ങൾ ക്രോം തന്നെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചു. ഹി ഈസ് എ ഇന്റലിജന്റ് മോയ്, ഇവൻ പുലിയാണ് കേട്ടോ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു പുലി. എന്തൊക്കെയാണെങ്കിലും 100 ലൈക്സ് തരാൻ വേണ്ടി മറക്കണ്ട. 100 ലൈക്സ് തന്നാലേ എനിക്ക് അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ടാറ്റാ ബൈ പീസ്.